ശരി രാഹുൽ ഈശ്വർ, ഇപ്പോൾ യുവതീ പ്രവേശത്തെ സന്നിധാനത്ത് വിരൽ മുറിച്ച് തടയാൻ ആലോചിച്ച ആളാണല്ലോ താങ്കൾ. ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്, ഇപ്പോൾ പറയുന്ന മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രം എന്നുള്ള പ്രതികരണം, അതിനെ അങ്ങിപ്പോൾ എങ്ങനെയാണ് കാണുന്നത്, അങ്ങ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണത്? വളരെ സ്വാഗതാർഹമാണ്. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന് CPM നിലപാടിനെ കുറിച്ച് ശ്രീ ഗോവിന്ദൻ മാഷ് പറഞ്ഞതിനെ വളരെ സ്വാഗതം ചെയ്തു. നല്ലതാണ്, തെറ്റായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ശരിയായി മാറണം. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ വിഷയം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഞാൻ അധിക സമയം എടുക്കില്ല, 1.5 മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ. അതായത് ഇത് എന്റെ മുത്തശ്ശിയാണ് ശബരിമല കേസിൽ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്തത്. രണ്ടാമത് അറസ്റ്റ് ചെയ്തത് എന്റെ അമ്മയാണ്. മൂന്നാമത് അറസ്റ്റ് ചെയ്ത പ്രയാർ ഗോപാലകൃഷ്ണൻ സാറിനെ പിന്നീട് എന്നെയാണ്. അവരെ എല്ലാം അറസ്റ്റ് ചെയ്തത് ശബരിമലയിൽ നിന്നാണ്. ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ശബരിമലയിൽ ഒരു പ്രായ നിയന്ത്രണമുണ്ട് യുവതികൾക്ക്. അത് ശരിയാണെന്ന് വാദിക്കാം, തെറ്റാണെന്ന് വാദിക്കാം, യാതൊരു പ്രശ്നവുമില്ല. ശരിയാണെന്ന് വാദിക്കുന്നവർ അത് വിശ്വസിച്ച് അങ്ങോട്ട് വന്നാൽ അത് ഇല്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാനുള്ള എല്ലാ അവകാശവും നമ്മുടെ ഭരണഘടന കൊടുക്കുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ശബരിമലയിൽ സംഭവിച്ചത് ഒരു പ്രായ നിയന്ത്രണത്തെ ലിംഗവിവേചനമായി ചിത്രീകരിച്ചുകൊണ്ട് പല ആൾക്കാരും മുമ്പിലേക്ക് വന്നു. ഇനി റിപ്പോർട്ടറിലെ ചാനൽ ചർച്ചയും വളരെ പ്രധാനമാണ്. ശബരിമലയിലെ ആദ്യ പ്രക്ഷോഭം അത് ഞങ്ങൾ അടക്കമുള്ള ഒരു കോളേജിട്ടാണ് വന്നത്. തിരുവനന്തപുരത്തെ OTC ഹനുമാൻ ടെമ്പിളിൽ 10,500 പേര് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പന്തളത്തെ മഹാസംഗമം നടക്കുന്നത്. അപ്പോ അതിൽ റിപ്പോർട്ടറിൽ ഞാനിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതേപോലെ ചർച്ചയിൽ ഇന്ദിരാ ജയസിംഗ് എന്ന വലിയ ഫെമിനിസ്റ്റായ അഭിഭാഷക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിൽ രേഖപ്പെടുത്തുകയും മറ്റും ചെയ്തു. എന്താ പറഞ്ഞെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല, കാര്യം അത് വളരെ വിവാദപരമായ ഒരു കാര്യമാണ്. പിന്നീട് മറ്റന്നാൾ എന്റെ ജാമ്യ ഹിയറിംഗും ഉണ്ട്. അപ്പൊ എനിക്ക് വെറുതെ ജാമ്യം കിട്ടാതിരിക്കണ്ട, അതുകൊണ്ട് ഞാൻ തൽക്കാലം പറയുന്നില്ല. പക്ഷെ ഞാൻ ജസ്റ്റിസ് ദീപക് മിശ്രാജിയെ കുറിച്ച് വളരെ ആദരവോടുകൂടി പറഞ്ഞ കാര്യങ്ങൾ റിപ്പോർട്ടിന്റെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കിടപ്പുണ്ട്. അതൊന്ന് എടുത്തു പരിശോധിച്ചാൽ എന്താണ് മനസ്സിലാവും. ഒറ്റ വരിയാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത, സുപ്രീം കോടതി ഏറ്റവും ബഹുമാനിച്ചുകൊണ്ടാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിൽ നല്ല വിധി വന്നത്, അല്ലെങ്കിൽ നല്ല സമീപനം വന്നത് ജസ്റ്റിസ് കുര്യൻ ജോസഫ് എന്ന പ്രഗത്ഭനായ മലയാളി സുപ്രീം കോടതി ജഡ്ജിയിൽ നിന്നായിരുന്നു. ദേവന്റെ താല്പര്യം അതല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്, നൈഷ്ഠിക ബ്രഹ്മചര്യ വ്രതമില്ലേ തുടങ്ങിയ പോയിന്റുകൾ, അനുബന്ധ പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്യാൻ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ശ്രമിച്ചിരുന്നു. പക്ഷേ ജസ്റ്റിസ് ദീപക് മിശ്ര അടക്കം, ജസ്റ്റിസ് ചന്ദ്രചൂഡ് ജി അടക്കം യഥാർത്ഥത്തിൽ ഇത് മറ്റൊരു വിഷയമായി കണ്ടുകൊണ്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇത് മുമ്പോട്ട് വെച്ചു. അത് സുബ്രഹ്മണ്യ സ്വാമിയെ കോട്ട് ചെയ്ത് പറഞ്ഞ, ഓർക്കുക, രാഹുൽ ഈശ്വർ അല്ല, രാജ്യസഭാ MP ആയ ഹാർവേഡ് പ്രൊഫസറായ സുബ്രഹ്മണ്യ സ്വാമിയെ കോട്ട് ചെയ്ത് പറഞ്ഞാൽ ശബരിമല വിധിന്യായം യൂണിഫോം സിവിൽ കോഡിന് വേണ്ടിയുള്ള ചവിട്ടുപടിയാകണമെന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. ആ യൂണിഫോം സിവിൽ കോഡ് വന്നാൽ മുസ്ലിം പേഴ്സണൽ ലോയും ക്രിസ്ത്യൻ പേഴ്സണൽ ലോയും അടക്കം എല്ലാ വിശ്വാസങ്ങളുടെ അടിസ്ഥാന പേഴ്സണൽ ലോസും ദുർബലപ്പെടും. ആർട്ടിക്കിൾ 44 എന്ന് പറയുന്ന യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ 14ന്റെ മുഖം മൂടിയിട്ട് ആർട്ടിക്കിൾ 25 എന്ന് പറയുന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തെ വെട്ടാനുള്ള നീക്കമായിരുന്നു. പക്ഷെ നമ്മുടെ ജഡ്ജിമാരെല്ലാം ഓർക്കണം, ജഡ്ജിമാരെ വളരെ ആദരവാണ്. അതിന് മേളൊരു ദൈവം ഉണ്ടെന്നും ആ അയ്യപ്പൻ അല്ലെങ്കിൽ വ്യത്യസ്ത പേരിൽ വിളിക്കുന്ന ദൈവം അത് തടഞ്ഞതുമാണ്. യഥാർത്ഥത്തിൽ ശബരിമല വിധിന്യായം നമ്മുടെ മതസ്വാതന്ത്ര്യത്തെ ദുർബലപ്പെടുത്തുന്ന വിധിന്യായമാണ്. ഇനി മതം എന്ന വാക്ക് സ്മൃതിക്ക് ഇഷ്ടം, അല്ലെങ്കിൽ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ദുർബലപ്പെടുത്തുന്ന വിധിന്യായമാണ്. ആർട്ടിക്കിൾ 25 26 നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ദുർബലപ്പെടുത്തുന്ന വിധിന്യായമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അത് ജസ്റ്റിസ് സിന്ധു മൽഹോത്ര മാത്രമാണ് അതിനെ എതിർത്തത്. പിന്നീട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, ശ്രീ രാഹുൽ ഗാന്ധി, ശ്രീ ശശി തരൂർ അടക്കം എല്ലാം ഞങ്ങളടക്കം വിശ്വാസികളെ അനുകൂലിച്ചുകൊണ്ട് വന്നത് വലിയ ആശ്വാസമാണ്. ആദ്യം 5 അംഗ വിധിന്യായം വന്നപ്പോൾ ഞങ്ങൾ 4 പേര് മാത്രമായിരുന്നു എതിർത്തത്. എന്റെ മുത്തശ്ശി, ഞാൻ, പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും പിന്നെ എന്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 4-5 പേരെ എതിർത്തിട്ടുള്ളായിരുന്നു. പിന്നീട് ആ നിലപാട് രാജ്യത്തിൽ ഏറ്റെടുത്തത് ഞങ്ങൾ പറയുന്നത് സത്യമാണെന്നുള്ളത് കൊണ്ടാണ്. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. എന്താ ശബരിമലയിലെ വിവാദം? എല്ലാ വർഷവും ലക്ഷക്കണക്കിന് സ്ത്രീകൾ ശബരിമല വരുന്നുണ്ട്. ലക്ഷക്കണക്കിന് സ്ത്രീകൾ, യുവതികൾക്ക് ഒരു പ്രായ നിയന്ത്രണമുണ്ട്. ഇത്രയല്ലേ ഉള്ളൂ. ഈ പ്രായ നിയന്ത്രണം മാത്രമുള്ളതിന് ആർട്ടിക്കിൾ 14 സമത്വവും തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെ വരും? യഥാർത്ഥത്തിൽ CPM കാരി വിധി പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു CPM കാരനെ അഭിനന്ദിച്ചുകൂടെ നിർത്താൻ അവസാനിപ്പിക്കുകയാണ്. ആ CPM കാരൻ അഭിനന്ദിക്കപ്പെടേണ്ടത് കടകംപള്ളി സുരേന്ദ്രനാണ്. ഇന്ന് പോലും, അതായത് വിധിന്യായം വന്നിട്ട് ഇത്രയും കാലമായിട്ട് പോലും സുപ്രീം കോടതിയുടെ വിധിന്യായം തെറ്റാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ച വളരെ ചുരുക്കം ചില അധികാരത്തിലിരുന്ന നേതാക്കളൊന്ന് ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ്. നമ്മുടെ അയ്യപ്പ സംഗമം നടന്ന ദിവസം ശബരിമല സുപ്രീം കോടതി വിധിന്യായം തെറ്റാണെന്നും ഗോവിന്ദ മാഷ് പോലെ അത് കഴിഞ്ഞ അധ്യായമല്ല, അടഞ്ഞ അധ്യായമാണെന്നും രാഹുൽ ഈശ്വർ, ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണോ സ്ത്രീ പ്രവേശം? അല്ല, 2 കാര്യങ്ങളാണ്. ഒന്ന്, ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം അയ്യപ്പന്റെ മഹത്വം കണ്ടിട്ട് ആൾക്കാർ കൊണ്ടിട്ടതാണ്. യുവതി പ്രവേശനം നൈഷ്ഠിക ബ്രഹ്മചര്യ സങ്കല്പത്തോടും വിഗ്രഹത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അജയ് തറയിൽ സാറിനോ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണല്ലോ പറയുന്നത്. അങ്ങനെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തിന്റെ അധികാരികൾ എന്ന് പറയുന്നവരാണ് സ്വർണ്ണക്കൊളയിൽ ഇപ്പോൾ അകത്ത് കിടക്കുന്നത്.
ആയിക്കോട്ടെ, അവരെ കുറിച്ചല്ലല്ലോ ഞാൻ പറഞ്ഞത് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എന്ന ദേവസ്വം മന്ത്രിക്കോ അല്ലെങ്കിൽ പണ്ട് അജയ് തറയിൽ സാറിനോ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിന്റെ പേരിൽ അവരെ കൊടുക്കാൻ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അത് ശ്രമിച്ചോട്ടെ, അത് അവരുടെ രാഷ്ട്രീയമാണ്. എനിക്കത് രാഷ്ട്രീയമില്ല. ഞാൻ CPM അനുഭാവി എല്ലാം അറിയാമല്ലോ, CPM-കാരോട് യുദ്ധം ചെയ്ത് നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷേ കടകംപള്ളി സാർ ഇന്ന് മാത്രമല്ല അന്നും എന്ന് പറഞ്ഞാൽ യുവതി പ്രവേശനം നടന്ന സമയത്തും ആക്ടിവിസ്റ്റുകൾ വേറെ, വിശ്വാസികൾ വേറെ എന്നൊരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. അതിന് അദ്ദേഹം AKG സെന്ററിൽ ചീഫ് ആയിട്ട് മനുഷ്യനാണ്. അത് വേറെ, ആക്ടിവിസ്റ്റ് വേറെ, ഇത് വേറെ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഈ ശബരിമല യുവതി പ്രവേശന വിധി തെറ്റാണ്. ഞാൻ ഇന്നും ഒന്ന് പറഞ്ഞോട്ടെ, ആ വിധി തെറ്റാണ്. ശ്രീ രമേശ് ചെന്നിത്തല അടക്കം ഭംഗ്യന്തരേണ അന്ന് പ്രതിപക്ഷ നേതാവിനെ സൂചിപ്പിച്ചതാണ് ഇതിന്റെ പിന്നിൽ യൂണിഫോം സിവിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ താല്പര്യമുണ്ടെന്ന്. ഇത് വളഞ്ഞ വഴിയിലൂടെ മറ്റൊരു കാര്യം കൊണ്ടുവരാൻ ശ്രമിച്ചാണ്. ഒരു വരി കൂടെ പറഞ്ഞു സാധിപ്പിക്കാം. ഞാൻ സുപ്രീം കോടതികളെ ഏറ്റവും ബഹുമാനമാണ്. സർക്കാർ നിലപാട് മാറ്റണമെന്നാണ് എന്റെ ആഗ്രഹം. സർക്കാർ ഓർത്തു വെക്കേണ്ട കാര്യം, നിങ്ങൾ നിലപാടെടുത്താലും ഇല്ലെങ്കിൽ ശബരിമല യുവതികളെ കയറ്റാൻ പോണില്ല. ഞങ്ങളടക്കം ജീവിച്ചിരിക്കുന്ന കാലത്ത് ശബരിമല യുവതികളെ കയറ്റാൻ സമ്മതിക്കില്ല. അന്ന് റിപ്പോർട്ടർ ചാനലിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ നെഞ്ച് ചവിട്ടിലേക്ക് യുവതികൾ കയറുന്നു. ഒരുപാട് കാലം അത് ട്രോളായിട്ട് വന്നു. പക്ഷെ ഞങ്ങൾ ജയിക്കുന്നതിന്റെ കാരണം ഞങ്ങളുടെ മഹത്വമല്ല, ഞങ്ങൾ പറയുന്ന സത്യത്തിന്റെ മഹത്വമാണ്. ശബരിമല സ്ത്രീകൾക്ക് വരാൻ രാഹുൽ ഈശ്വർ ഇപ്പോൾ 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതിൽ തീരുമാനമെടുക്കാനാണ്. അറിയാം, ഞാൻ അതാ പറഞ്ഞത്, സുപ്രീം കോടതികളെ കുറിച്ച് ഞാൻ പറയുന്ന ഒരു സാധാരണ പൗരന്റെ രീതിയിൽ ശരിയല്ല. പക്ഷെ എന്നിരുന്നാലും ബഹുമാനത്തോടെ പറയാനുള്ളത്, കഴിഞ്ഞ തവണ 5-അംഗ ബെഞ്ചിന്റെ വിധി വന്നു. അതിനുശേഷം ജസ്റ്റിസ് നരിമാൻ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരെ വിളിച്ച് ചൂടായി, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിധി നടപ്പാക്കാത്തത്? സ്റ്റേ ഇല്ലല്ലോ. അതൊക്കെ ശരിയാണ്, സ്റ്റേ ഇല്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് ശബരിമല വിധി പ്രവേശനം നടക്കാത്തത്? കനകദുർഗയും ബിന്ദു അമ്മിണി അങ്ങോട്ട്, രഹന ഫാത്തിമയും പിന്നെ അങ്ങോട്ട് വരേണ്ടത് CPM-കാർ പറയുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ ഗവൺമെന്റിനോട് പറഞ്ഞു, ഞങ്ങൾ കാവൽ നിന്നോളാം, നിങ്ങൾക്ക് സുപ്രീം കോടതിയുടെ പ്രശ്നങ്ങളുണ്ടല്ലോ, ഞങ്ങൾക്കതില്ല, ഞങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഈ കാവൽ നിന്നോളാം. വേണ്ട, ഗവൺമെന്റ് തന്നെ പറഞ്ഞു ഞങ്ങൾ തന്നെ സംരക്ഷിച്ചോളാം. ശബരിമല ഇന്ന് യുവതികൾ കയറാതെ പ്രായം നോക്കുന്നതും ID കാർഡ് നോക്കുന്നതും ഇന്ത്യയിലെ പോലീസ് സംവിധാനം തന്നെയാണ്. അതിന്റെ കാരണം ഞങ്ങൾ പറയുന്ന സത്യമാണ്. ആ സുപ്രീം കോടതി വിധി തെറ്റാണ്. ഈ ജഡ്ജിമാരെ വിമർശിക്കുകയല്ല, വിധിയെ വിമർശിക്കാം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. സുപ്രീം കോടതി ജഡ്ജിമാരെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുകയല്ല. പക്ഷേ ആ വിധിന്യായം തെറ്റാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ആ വിധിന്യായത്തിന്റെ പിന്നിലെ താല്പര്യം എല്ലാ വിശ്വാസങ്ങളുടെയും മേലിൽ കടന്നു കയറാനുള്ള ഒരു താല്പര്യമാണ്. എനിക്ക് അഭിമാനമാണ്, നമ്മുടെ കേരളത്തിലെ അയ്യപ്പൻ ഇന്ന് ഇന്ത്യയിലെ എല്ലാ മതങ്ങൾക്കും ഒരു പരിചയമായി നിൽക്കും. ഇന്ന് ഇന്ത്യയിലെ എല്ലാ മതങ്ങൾക്കും മേളിൽ ഒരു പരിചയമായി അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകാതെ നിൽക്കാൻ നമ്മുടെ കേരളത്തിലെ അയ്യപ്പ സ്വാമിക്കും ശബരിമലയ്ക്കും ആയി എന്ന് പറയുന്നത് ഓരോ ഹിന്ദുവിനും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.